നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. അത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. പശ്ചിമ ബംഗാളിൽ വീണ്ടും മമതാ ബാനർജി സുവേന്ദു അധികാരി പോരാട്ടം. മമതാ ബാനർജി പ്രതിനിധീകരിക്കുന്ന ഭവാനിപൂരിൽ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി മത്സരിക്കും. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ മമതയെ പരാജയപ്പെടുത്തിയത് സുവേന്ദു അധികാരിയായിരുന്നു. രാകേഷിലേക്ക് പോകണം. രാകേഷ്, മറ്റൊരു പോരാട്ടത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്, നേർക്കുനേർ പോരാട്ടം. നമുക്കറിയാം, അവിടെ അതിശക്തമായ മത്സരം ബംഗാളിലുണ്ട്. BJP കളം പിടിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് നേരിട്ട് സുവേന്ദു തന്നെ മമതയെ നേരിടുന്നത്. അതെ രഞ്ജിത്ത്, പശ്ചിമബംഗാളിൽ മമതാ ബാനർജി സുവേന്ദു അധികാരി പോരാട്ടം വീണ്ടും കാണാൻ പോകുകയാണ്. കാരണം ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്നു സുവേന്ദു അധികാരി. മമതാ സർക്കാരിൽ അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നു. പക്ഷേ 2020 അദ്ദേഹം BJPയിലേക്ക് ചേരുകയും നന്ദിഗ്രാമിൽ അദ്ദേഹം വീണ്ടും ജനവിധി തേടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ തവണ മമതാ ബാനർജി അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. അതായത് താൻ തൻ്റെ പേര് മറന്നാൽ പോലും നന്ദിഗ്രാം എന്ന പേര് മറക്കില്ല എന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചു. തുടർന്ന് സുവേന്ദു അധികാരിയെ നേരിട്ടെങ്കിൽ പോലും അവിടെ പരാജയം സംഭവിക്കുകയായിരുന്നു. 1956 വോട്ടുകൾക്കാണ് മമതാ ബാനർജി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. തൃണമൂലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കഴിഞ്ഞ തവണ മമതാ ബാനർജി നേടി. കാരണം 294 നിയമസഭാ സീറ്റുകളിൽ 213 തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. അത് അവരെ സംബന്ധിച്ച് വലിയ വിജയമായിരുന്നു. 2016 211 സീറ്റുകളാണ് തൃണമൂൽ നേടിയെങ്കിൽ അതിനേക്കാൾ വലിയ മാർജിനിൽ കഴിഞ്ഞ് നമ്മൾ വിജയിക്കുമ്പോഴും മമതാ ബാനർജി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാമായ നേതാവ് കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ ഒരു കാലത്ത് അവരുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരിയോട് പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം ഭവാനിപൂർ, നേരത്തെ മമത പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണത്, അവിടെ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് വീണ്ടും സഭയിലെത്തുന്നതും മുഖ്യമന്ത്രി ഒക്കെ ആകുന്നതും. ഇത്തവണ പക്ഷേ BJP സുവേന്ദു അധികാരി തന്നെ മമതാ ബാനർജിയെ വീണ്ടും നേരിടുകയാണ്. ഇന്നലെ BJPയുടെ പട്ടിക പുറത്തു വന്നപ്പോൾ 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഒന്ന് സിറ്റിംഗ് സീറ്റായ നന്ദിഗ്രാം, 2 ഭവാനിപൂരിൽ. അങ്ങനെ കടുത്ത മത്സരം മമതാ ബാനർജിക്ക് നൽകുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ BJP പ്രതീക്ഷിക്കുന്നത്. കാരണം മമതാ ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുഖം. സ്വാഭാവികമായും ഭവാനിപൂരിൽ സുവേന്ദുവിനെ ഇറക്കിയതിലൂടെ മമതയെ അവിടെ തളച്ചിടാൻ നോക്കുക, ആ ഒരു ലക്ഷ്യം തന്നെയാണ് ഏതായാലും BJP പ്രതീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും ഭവാനിപൂരിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും SIRന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. BJPയുമായി, പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വവുമായി നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് മമതാ ബാനർജി. ആ സമയത്ത് തന്നെയാണ് മമതയ്ക്ക് ശക്തമായ എതിരാളിയെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ BJP എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. രഞ്ജിത്ത്, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.